എത്ര നേരം തന്ത്രി മാതാവ് വിശേഷിക്കുന്നേ ഒന്നെങ്കിലും നീ വേണം അല്ലെങ്കിൽ എന്റെ കുടുംബാനായിരിക്കും തന്ത്രി കൊണ്ട് സ്ഥാനം ഉപയോഗിക്കുന്നത് അവിടെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഭരണകാരികൾക്ക് ഒരു പായാരമായി വിശേഷിക്കുന്ന പൈതങ്ങളെ ഇത്രയും ആൾക്കാരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ മണ്ണിനൊരു സത്യകൃത്യമുണ്ട് ഇല്ലേ? മലയാള ജീവിതത്തിൽ കന്യാശുമായിട്ട് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അതോ എന്റെ തന്ത്രി വന്നതും എന്റെ സ്ഥാനം നിർണയിച്ചതും ഈ അടുത്ത അല്ലേ? അപ്പൊ തന്ത്രിക്കല്ല പ്രാധാന്യം ഇവിടെ, അമ്മയ്ക്കാ പ്രാധാന്യം അല്ലേ? അമ്മ കഴിഞ്ഞിട്ടേ ബാക്കിയല്ലേ ഉള്ളൂ. കുറിപ്പെടുമ്പടി അത് ചേടോർമ്മ വേണം. അപ്രകാരത്തിങ്ങനെ വിശേഷിച്ചെങ്കിലേ ഭാര്യ വസൂരി കിട്ടോ എന്നിങ്ങനെയുള്ള അനുഭവം വഴികളെ വിശേഷാവിധികളോട് കണ്ടുവെച്ച് കൊടുത്തിട്ടെങ്കിൽ അതിനുള്ള അർത്ഥങ്ങളുടെ വ്യാപനവും സ്ഥാനഭേദമായിട്ട് താണ്ടേണ്ടി വരും ഇല്ല. ഇതൊന്നും മാതാവ് എടുത്ത് കാണിച്ചു തരാം. എന്റെ ഈ ചൈതന്യം എത്രത്തോളം കൂടെ എത്തിയതല്ലേ? ഞാനത് വിശേഷിച്ചില്ലെങ്കിൽ ഇനി കോലം ധരിച്ച കല്ലാടി അല്പനായിട്ട് കണ്ടാൽ മതി എല്ലാവരും കേട്ടാ. എപ്പായാലും കോലത്തെ സ്വരൂപത്തെ കണ്ടുമാനിക്കണം. അത് ഞാനായാലും നീയായാലും എന്റെ കുറിപ്പെരുമ്പടെ ആൾക്കാരായാലും ആരാധെങ്കിലും എന്റെ പോകൽ സ്ഥാനത്തായാലും അതിനൊരു ഭയഭക്തി ബഹുമാനം കാണിക്കണേവരും ഇവിടെ കിടക്കറ. എന്നാൽ ഏവരും ഒരു അമ്മയ നാരായണ മന്ത്രത്തോടുകൂടി മാതാവിനെ ശാന്തരാക്കി ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ